അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്യുവർ ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഒരു പ്യുവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാട്ടോ പോകുന്നത്. നമുക്ക് അതിൻ്റെ അകത്തെല്ലാം നമുക്ക് പോയി കാണാം. ഇവരുടെ ഈ ഏരിയ ഫുള്ളായിട്ട് കൊക്കോ കൃഷിയാണ് ഇവിടെ ഉള്ളത്. മൊത്തമായിട്ട് കൊക്കോ കൃഷിയാണ്. കൂട്ടത്തിൽ കുറേ റംബൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഈ കൊക്കോകളാണ്. ഇത് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫാമാണ്. ഇതിൽ നിന്നാണ് അവർ മൊത്തം കൊക്കോകളൊക്കെ ശേഖരിച്ച് ചോക്ലേറ്റ്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇവർ പറിക്കുന്ന എല്ലാ കൊക്കോകളും ഇവിടെയാണ് ഇവർ കൂട്ടിയിട്ട് വെച്ചേക്കുന്നത്. ഇതിൽ നിന്നാണ് എല്ലാം വേർതിരിച്ചെടുക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇതിൽ നിന്ന് കൊക്കോ കായ്കളായിട്ട് വേർതിരിച്ച് പല പ്രൊഡക്ട്സും അതും വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ഇവിടെ എത്ര കൊല്ലായി? 17-18 കൊല്ലമായിട്ടുണ്ട്. ഇത് എന്താ ചെയ്യുന്നത്? ഇത് ചോക്ലേറ്റിന് എടുക്കണം. ഇതിപ്പോ കൊക്കോ ഇത് പൊടിച്ചിട്ട് മെഷീൻ ചേറ്റിട്ട് പിന്നെ ഞങ്ങള് ചേറ്റി നന്നാക്കണത്. ചേറ്റി ഇങ്ങനെ ഒരു പൊടിയൊന്നുമില്ലാതെ ഒക്കെ കളഞ്ഞെടുക്കുന്നത്. ഒരാളുള്ളോ? ചേച്ചി ഒറ്റയ്ക്കുള്ളോ? ഞാൻ ഈ പണിക്ക് ഞാനൊരാള്. പിന്നെ അകത്ത് പെണ്ണുങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ പുറത്ത് ആണുങ്ങളുണ്ട്. 4-5 പേര് ഭായിമാരൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പുറത്തത്തെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇനി നമുക്ക് അകത്തത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാലോ? അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. വായോ. ഇതാണ് ഇവിടുത്തെ ഫാക്ടറിയുടെ ഫ്രണ്ട് വ്യൂ കാണാനായിട്ട്. ഇതിൻ്റെ അകത്താണ് ബാക്കിയെല്ലാം ഇതെങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നും എല്ലാ ഡീറ്റെയിൽസും വരുന്നത് ഇതിൻ്റെ അകത്താട്ടോ. അത് നമുക്ക് പോയി കാണാവേ. അപ്പോൾ ഇതാണ് ഈ ഷോപ്പിൻ്റെ ഇന്നർ സൈഡ്. ഇതാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇവർ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ എല്ലാം മൊത്തത്തിൽ നമുക്ക് കാണാം. നമുക്ക് പർച്ചേസ് ചെയ്യാം, ഇവിടെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായൊരു കസ്റ്റമറാണ് കേട്ടോ. കാരണം നമുക്ക് ഇവരോട് ചോദിക്കാം ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. Good one. Where available at same packing, we see all the process. It is good thing. We sample taste also. It is nice. ഓക്കെ, താങ്ക് യു. അകത്തേക്കാട്ടോ പോകാൻ പോണത്. അപ്പം നമുക്ക് കാണാൻ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. എന്ത് സെക്ഷനാ? ഇവിടെ മോൾഡിങ്ങും പാക്കിങ്ങും ഇവിടെയാ. ഗ്രൈൻഡിങ് ആ റൂമില്. ഇതെന്താ? അത് ടെമ്പറിംഗ് മെഷീൻ എന്ന് വെച്ചാൽ നമ്മൾ മെൽറ്റ് ചെയ്ത് ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിടും. അതിൽ നിന്ന് നമുക്ക് മോൾഡിൽ നേരിട്ട് പിടിക്കാം. ആക്ച്വലി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വണ്ണാണ് കേട്ടോ ഈ കൊക്കോ ഡ്രിങ്ക്. ഞാൻ ആക്ച്വലി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ സാധനം ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു റിഫ്രഷിങ് ഒരു ഐറ്റമാണ് കേട്ടോ അത്. നല്ല അടിപൊളി ഡ്രിങ്ക് കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹൈജീനിക് ആണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത്. ഷോപ്പായാലും എല്ലാ സൈഡും നല്ല വൃത്തിയും ഹൈജീനിക്കും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ചോക്ലേറ്റിൽ ഓയിൽ കണ്ടൻറ്റ് ഒട്ടും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. പ്യുവർ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. നോർമൽ കാഡ്ബറീസ് കഴിക്കുന്ന പോലെ ഓയിൽ കുത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്ര സ്വീറ്റും അല്ല, നോർമൽ ഒരു സ്വീറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് വെച്ചുണ്ടാക്കിയ ഡോണറ്റ്സും പിന്നെ ഇവിടുത്തെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ഐറ്റമാണ് നമ്മളിന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ പോണത്. നമുക്കിത് കഴിച്ചിട്ട് എങ്ങനെ ഇടുന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഈ സ്ട്രോബെറി ഇല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് മാത്രം വെറുതെ കോരി കുടിക്കാം. സൂപ്പർ. ഒരു ഭയങ്കര സോഫ്റ്റ് ബണ്ണു. അധികം സ്വീറ്റ് ഇല്ലാത്ത ചോക്ലേറ്റ് ആട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല ചൂടായിട്ട് ഇവിടെ തന്നെ വന്നിരുന്ന് കഴിക്കണം. നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാണ്ട് ഇവിടെ തന്നെ വന്നിരുന്ന് കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് രഞ്ജൻ ജോസ്. ചേട്ടനാണ് ഈ ഒരു ഫേമിന്റെ ബ്രെയിൻ ടു ഹാർട്ട് എന്ന് പറയുന്നത്. എത്ര കൊല്ലം ഇത് തുടങ്ങിയിട്ട്? 18 വർഷമായി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി.
ചേട്ടൻ എന്തിനാണ് ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനം? ഞാൻ ഒത്തിരി ബിസിനസ് ചെയ്ത ആളാണ്. ഒരു 10-20 ബിസിനസ് എങ്കിലും ചെയ്തിട്ടുണ്ട്. ആരും ചെയ്യാത്തൊരു ബിസിനസ് എന്ന കൺസെപ്റ്റ് ആയിരുന്നു. അത് നോക്കി അങ്ങനെ അന്വേഷിച്ച് പിടിച്ചപ്പോഴാണ് ചോക്ലേറ്റ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടായത്. ഇതിലത്തെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ, ഈ ഒരു കൊക്കോന്ന് ഇത്രയും വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ വന്നേ പിന്നെയായിട്ട് അറിയുന്നത്. നോർമലി കൊക്കോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്ന ചോക്ലേറ്റ് മാത്രമാണ്. ഇത്രയും ഡിഫറെന്റ് ആയിട്ട് എങ്ങനെയാണ് ചേർന്ന് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? കാരണം ഇതിന്റെ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതിൽ നിന്ന് അത് കിട്ടും, എങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. അതെല്ലാം ചെയ്താ പഠിച്ചേ. ഒത്തിരി സാധനങ്ങളുണ്ട് ചോക്ലേറ്റ്. ഇപ്പൊ ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് കൊക്കോന്റെ ഡ്രിങ്കാ. ഇത് ഒരു 10,000-2000 ബോട്ടിലെങ്കിലും ഇത് കളഞ്ഞിട്ടുണ്ടാവും ചെയ്തിട്ട് ശരിയാവാതെ. അങ്ങനെ ചെയ്ത് ഇത് കറക്റ്റ് ആക്കി. അപ്പൊ എന്താണ് അതിന്റെ ഇത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റാ. നമ്മൾ ഈ ചായ ചപ്പി കഴിക്കൂലേ, ഒത്തിരി വിറ്റാമിൻസ് ഉണ്ട് ഇതില്. അതുകൊണ്ടാണ് അതിന് എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത്. പ്യുവർ ചോക്ലേറ്റിലോട്ട് ചെല്ലുമ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇന്ത്യയില് ചോക്ലേറ്റ് എന്താണെന്ന് അറിയാവുന്ന ഒരു 8% താഴെ. നമ്മളറിയുന്ന ചോക്ലേറ്റ് ഒരു മധുരം മാത്രമല്ല ചോക്ലേറ്റ്. മധുരം മാത്രമല്ല, ഇറ്റ്സ് എ മെഡിസിനാണ്. ഇത് പ്രായത്തിനനുസരിച്ചാണ് ചോക്ലേറ്റ് കൺസ്യൂം ചെയ്യേണ്ടത്. ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളാണ് വരാറ്. ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട്. ഫോറിനേഴ്സ് വരാറുണ്ട്, ചൈന, അതുപോലെ ജർമ്മനി, ഇങ്ങനെയുള്ള ആൾക്കാർ. അത് ഫാം ടൂർ ആണ്. നമുക്ക് ഇവിടെ എങ്ങനെ പർച്ചേസിംഗ് മീൻസ് ഓൺലൈനായിട്ട് പർച്ചേസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം. ഞങ്ങൾക്ക് cocoricchocolate.com എന്നുള്ള വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യാം. ഇതെല്ലാം ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിലുണ്ട്. ഇതിലെല്ലാം പർച്ചേസ് ചെയ്യാം. ഓൾറെഡി അതിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കും. അപ്പം ഡെലിവറി ഉണ്ട് എല്ലായിടത്തും. ഓൾ ഇന്ത്യ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്യേണ്ട ഓൺലൈനും എല്ലാ രീതിയിലും ഇവിടെ കൊറിയർ സർവീസ് എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഇൻസ്റ്റാ പേജും വെബ്സൈറ്റും എല്ലാം ഞങ്ങളുടെ പേജിൽ ടാഗ് ചെയ്യാം. നിങ്ങൾ മസ്റ്റ് ആയിട്ടും പർച്ചേസിങ് ചെയ്യണം. മസ്റ്റ് വിസിറ്റിംഗ് ആട്ടെ.